പാലക്കാട് ചിറ്റൂരിൽ 6 വയസ്സുകാരനെ കാണാതായി. സുഹാനെ ഇന്ന് രാവിലെ 11 മണിയോടെ കറുകമണി എരുമങ്കോട് നിന്നാണ് കാണാതായത്. കുട്ടിക്കായി ചിറ്റൂർ പോലീസിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. ഡോഗ് സ്ക്വാഡ് പരിശോധിച്ച സ്ഥലങ്ങളിലും ഡോഗ് സ്ക്വാഡ് ചെന്ന സ്ഥലത്തെല്ലാം ഫയർ ആൻഡ് റെസ്ക്യൂ പരിശോധിച്ചിരുന്നു. അവിടെയൊന്നും കാണാത്തതുകൊണ്ട് ഇനിയൊരു പോസിബിലിറ്റി ഇതാണ്, ഫിക്സ് വരാൻ സാധ്യതയുള്ള കുട്ടിയായതുകൊണ്ട് പേടിച്ചിട്ട് ഇങ്ങനെ ഫിക്സ് വല്ലതും വന്ന് എവിടെയെങ്കിലും മയങ്ങിക്കിടക്കാനൊരു സാധ്യതയാണ് ഇനി നോക്കാനുള്ളത്. ഇനിയിപ്പോൾ ഏതായാലും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഇന്നത്തെ സെർച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തായാലും ശുഭപ്രതീക്ഷയിലാണ്. ഇതുപോലെ എവിടെയെങ്കിലും ഫിക്സ് വന്ന് കുട്ടി തളർന്ന് വീണ് കിടക്കുന്നുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് കുട്ടിയെ കാണാതായത്. കറുകമണി എരുമങ്കോട് നിന്നാണ് കുട്ടിയെ കാണാതെ. തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സാജിദ് അജ്മൽ ചേരുന്ന വിവരങ്ങൾ നൽകാൻ. സാജിദ്, 8 മണിക്കൂർ പിന്നിടുന്നു കുഞ്ഞിനെ കാണാതായിട്ട്. തിരച്ചിലിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? ഇന്ന് ഉച്ചയോടുകൂടിയാണ് 6 വയസ്സുള്ള കുട്ടിയെ കാണാതാകുന്നത്. ചിറ്റൂർ ടൗണിലെ കറുകുമണി എരുമക്കോട് നിന്നാണ് കുട്ടിയെ കാണാതായത്. ഈ കുട്ടിക്ക് വേണ്ടി വ്യാപകമായ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ പോലീസ് നായ ഉൾപ്പെടെ എത്തി അവിടെ ഉണ്ടായിരുന്ന സമീപത്തെ കുളത്തിനരികിൽ നിന്ന് ഈ നായ കുരച്ചതിനെ തുടർന്ന് കുളത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ പാടത്തും മറ്റുമാണ് ഇപ്പോൾ പോലീസ് തിരച്ചിൽ നടത്തുന്നത്. ഇതിന് കാരണം കുട്ടിക്ക് ഈ അപസ്മാരം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ട്. അതുകൊണ്ട് കുട്ടി എവിടെയെങ്കിലും വീണ് കിടക്കുന്നുണ്ടാകാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് തിരച്ചിൽ നടത്തുന്നത്. ഈ കുട്ടി 6 വയസ്സുള്ള കുട്ടിയും ഈ സഹോദരനായ 8 വയസ്സുള്ള കുട്ടിയും തമ്മിൽ ഈ TV കാണുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എന്തായാലും ഏതാണ്ട് 7 മണിക്കൂർ പിന്നിട്ടിട്ടും കുട്ടിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇന്ന് രാത്രിയും പോലീസിന്റെ തിരച്ചിൽ തുടരും.